കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കിരണും കല്യാണിയും ചന്ദ്രസേന്റെയും രൂപയുടെ അടുത്തേക്ക് വരുവാണ്. പിന്നീട് അവരുടെ കയ്യിൽ നിന്ന് വിഷു കൈനീട്ടം ഒക്കെ വാങ്ങുന്നുണ്ട്. കിരണിനും കല്യാണിക്കും ആൽബിക്ക് സോണിക്ക് എല്ലാവർക്കും സന്തോഷമായി. പിന്നീട് ചന്ദ്രസേനൻ പറഞ്ഞതേ, ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്, ആൽബിമോൻ അവിടെ പോണത്, ഞങ്ങൾ പോയിട്ട് വരാന്ന് പറയണ. ഇത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, ഞാനും കൂടെ വരട്ടേന്ന് ചോദിക്കാം. ചന്ദ്രസേനൻ പറഞ്ഞു, നല്ല കഥയായിപ്പോയി. അങ്ങനെയാണെങ്കിൽ മിക്കവാറും നീ എഴുന്നേറ്റ് നടന്ന കാര്യം എല്ലാവരും അറിയില്ലേന്ന് ചോദിക്കാം. സോണി പറഞ്ഞു, അത് ശരിയാ, ഏട്ടന് തളർന്നു കിടക്കാന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പള്ളിയും അമ്പലവും ഒക്കെ കയറി നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് ചോദിക്കുക. ഓ അത് ശരി, ആ കാര്യം ഞാനങ്ങോട്ട് മറന്നുപോയെന്നൊക്കെ കിരൺ പറയാണ്. പിന്നീട് രൂപയോട് പറഞ്ഞു, ഞങ്ങളെന്നാ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ചന്ദ്രസേനും സോണി ആൽബിയും കൂടെ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് രൂപയുടെ അടുത്ത് നിന്നിട്ട് കല്യാണി പറഞ്ഞു, അതെ ഇന്ന് വൈകുന്നേരം ഒരു വിശേഷം ഉണ്ട് അമ്മയെന്ന് പറയാണ്. വിശേഷം? എന്ത് വിശേഷം? ഇന്ന് അയാൾ വരുന്നുണ്ട്, ആ രാഹുല് ബഗാസുരം വരുന്നുണ്ടെന്ന് പറയണേ. ഇന്ന് വൈകുന്നേരം? അതെ ഇന്ന് വരുമെന്ന് പറഞ്ഞ്. ഇത് കേട്ടതും കിരൺ പറഞ്ഞു, അവനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലമ്മേ, കാര്യം അമ്മയുടെ ആങ്ങളൊക്കെ ആയിരിക്കും. അയാൾ ചെയ്ത പ്രവൃത്തികളൊക്കെ എനിക്ക് അത്രയും പെട്ടെന്ന് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്നൊന്നും അല്ലെന്ന് പറയണം. എന്നാലും മോനെ അതിന്റെ ആവശ്യമുണ്ടോ? വേണോമേ, ഇന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നാളെ ചിലപ്പോൾ അയാൾ എന്തും ചെയ്യാൻ പഠിക്കില്ല. എന്റെ അമ്മയോ അല്ലെങ്കിൽ കല്യാണിയോ അച്ഛനെ ആരെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിക്കും. ഇപ്പൊ തന്നെ ഞാൻ അത്ഭുതകരമായിട്ടല്ലേ രക്ഷപ്പെട്ടെ. അങ്ങനെയാണെങ്കിൽ നാളെ എന്താ സംഭവിക്കാൻ പോകുന്നേ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണം. പക്ഷെ ഭയങ്കര സങ്കടമായപ്പോ രൂപയ്ക്ക്. രൂപ പറഞ്ഞു, മോനെ ഒരു പേടിക്കേണ്ട കാര്യമില്ല, ഞാനല്ലേ പറയണേ, ഞാനത് വേണ്ട പോലെ കൈകാര്യം ചെയ്തോളാം എന്നൊക്കെ കിരൺ രൂപയോട് പറയണം. ആ സമയം ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് മനോഹർ വരുണിന്റെ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാഹുവിന് സൂന്തി ഇറങ്ങി, ആഹാ മരുമോന, ഞങ്ങൾ നോക്കിയിരിക്കുമായിരുന്നു, എന്താ അത്ര ലേറ്റ് ആയെന്ന് ചോദിക്കുക. അത് പിന്നെ വരുന്ന വഴി കുറച്ച് ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പറയണം. അങ്ങനെ അകത്തേക്ക് കയറി. പിന്നീട് സുഗന്ധി മോളേന്ന് വിളിക്കുകയാണ്. അപ്പോഴേക്കും വരുണ് പെൺവേഷം കെട്ടി അങ്ങോട്ട് വന്ദനയായിട്ട് ഇറങ്ങി വരുവാണ്. ധാര വന്നേക്കണെന്ന് നോക്കാൻ പറയാണ്. ആഹാ മനുവേട്ടനാ വാ മനുവേട്ടനല്ല ജീവേട്ടനാ വാ വന്നിരിക്കാനൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് ആദ്യം കാണിക്കുകയാണ്. പിന്നീട് മനോഹർ ചോദിച്ചു, അല്ല ഇതെന്താ ഇവിടെ വിഷ്കണിയൊന്നും ഒരുക്കിയിട്ടില്ലെന്ന് ചോദിക്കും. ഇല്ല മോനെ, മോൻ വന്നിട്ട് മോനെ കണിയാണെന്ന് വെച്ചു എന്ന് രാഘവൻ പറയണം. എന്നെയോ? അപ്പൊ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഇത്ര സമയം എല്ലാം കണി കണ്ടല്ലേ, അപ്പൊ പിന്നെ എന്നെ കണ്ടിട്ട് കാര്യമുണ്ടോന്ന് ചോദിക്കാം. അതൊന്നും അല്ല മോനെ, പുറത്തുനിന്ന് ഒരാൾ വന്ന അയാളെ കണി കാണാന്ന് പറഞ്ഞാൽ നല്ലതല്ലേ, അതുകൊണ്ട് ഇന്ന് ഇവിടുത്തെ പാൽക്കാരനോടും പത്രക്കാരനോടും പോലും ഞങ്ങൾ വരണ്ടാന്ന് പറഞ്ഞു മോനെ കണി കാണാനായിട്ടെന്ന് പറയണം. തികട്ടം മനോഹർ ഒന്ന് പൊങ്ങി. പിന്നീട് മനോഹർ നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് കാറിനകത്തുനിന്ന് കുറച്ച് രൂപ എടുത്തോണ്ട് വരുവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രാഘവനും സുഗന്ധി പരസ്പരം നോക്കണം. അല്ല ഇതെന്താ മോനെ, ഇത് വെള്ളി രൂപയാന്ന് പറയാണ്. നിനക്ക് സമ്മാനം തരുന്ന വെള്ളി രൂപയാന്ന് പറഞ്ഞിട്ട് വെള്ളി രൂപയുടെ കോയിൻ അങ്ങോട്ട് കൊടുക്കുവാണ്. അതവര് വാങ്ങി. അപ്പോഴേക്കും ഇങ്ങനെ ഒന്ന് വട്ട മറ്റൊരു സുഗന്ധി ചോദിച്ചു, അല്ല ഞങ്ങൾക്ക് മാത്രമല്ലോ മോൾക്കില്ലേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടപ്പോൾ മനോഹർ പറഞ്ഞു, പിന്നെ വന്ദനയ്ക്കില്ലാതിരിക്കുവോ എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, വന്ദനയ്ക്കും കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടായിരുന്ന കയ്യിൽ അതിങ്ങോട്ട് കൊടുക്കുകയാണ്. ഇതെന്താ എന്ന് ചോദിക്കുകയാണ് സുഗന്ധി. അത് പിന്നെ ഈ കോയിന് മാത്രം പോരല്ലോ, അതിനല്ലേ മോൻ വെള്ളിക്കോയിനല്ലേ തന്നിരിക്കുന്നത്, പിന്നെന്താ കുഴപ്പമിരിക്കണം നിൽക്കും. അതല്ല, ഇത് വേറെ ഒന്നാന്ന് പറഞ്ഞ ജ്വല്ലറി ബോക്സ്, ഇത് ഞാൻ എൻ്റെ ഭാവി വധുവിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നാന്ന് പറയണ. എന്താ മോനെ ഇതിനകത്തൊന്നുമില്ല, ഒരു നെക്ലേസ് ആന്ന് പറയണം. ഇത് കേട്ടതും വരുണിന്റെ സുഗന്ധിയുടെ ഒക്കെ കണ്ണുകളും തിളങ്ങി. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നവരല്ലേ, പിന്നെ എന്താ എനിക്കുള്ളതല്ലേ ഇവൾക്കല്ലേന്ന് ചോദിക്കുക. എന്നിട്ട് അതും കൂടെ കൊടുക്കുകയാണ്. വരുണിനുള്ള സന്തോഷിക്കുക, നീ കൊണ്ടുപോടാ, എല്ലാം കൊണ്ടുപോവാ, അവസാനം നിന്നെ കുത്തുവാള എടുപ്പിക്കും, അതുവരെ ഞാൻ ഈ നാടകം തുടരുമെന്ന് പറയണം. അപ്പോഴേക്ക് സുന്ദരി, അയ്യോ നമ്മള് മോന് കൈനീട്ട് ഒന്നും കൊടുത്തില്ല രാഘവേട്ടെന്ന് പറയാം. അത് ശരിയാ, നീ അതും കൂടെ പോയി എടുത്തുകൊണ്ട് വരാൻ പറയണം. മനോഹർ പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ലെന്നേ, അതങ്ങനെയല്ലല്ലോ. അപ്പോഴേക്കും സുഗന്ധി ഒരു ചെക്ക് എടുത്തോണ്ടിട്ടാണ്. ഇതെന്താമ്മേ ചെക്കാണോന്ന് ചോദിക്കുകയാണ്. അതെ ചെക്കാ മോനെ, എന്ത് പറ്റിയെന്ന് ചോദിക്കുക. ഒന്നുമില്ലാന്ന് പറയണ. അങ്ങനെ ചെക്ക് വാങ്ങി. ദൈവം 1 കോടി ആയിരിക്കും ഇതിനകത്ത്. അതൊക്കെ ഓർത്തപ്പം സന്തോഷം അടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മനോഹറിന്. ഈ സമയം സുഗന്ധിന്റെ അവനും പരസ്പരം നോക്കി. ഇവനിട്ട് അങ്ങനെ അടുത്ത പണിയും കൂടെ കൊടുത്തിരിക്കുന്നു എന്ന രീതിയിലായിരുന്നു. പിന്നീട് സുഗന്ധി പറഞ്ഞു, മോൾക്കൊരാഗ്രഹമുണ്ട്, മോനെ കൂട്ടിക്കൊണ്ട് ക്ഷേത്രത്തിൽ പോണോന്ന്. മോൻ ചെല്ലുവോന്ന് ചോദിക്കാം. അതിനെന്താ, നമുക്ക് പോയേക്കാം, വാന്ന് വന്ദനെന്ന് പറഞ്ഞോണ്ട് കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കും വന്ദ പറഞ്ഞു, ഇപ്പൊ 1 മിനിറ്റ് ഞാൻ വരാം, ജീവേട്ടൻ പോയി കാറിൽ ഇരുന്നോളാൻ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാ. അങ്ങനെ എന്ത് ചെയ്യണം, മനോഹർ വന്ന് കാറിനകത്തേക്ക് കയറിയിട്ട് ആ ചെക്കെടുത്ത് ഉറക്കുവാണ്. എന്റെ ഭഗവാനെ 1 കോടി ആയിരിക്കണേ. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും മനോഹറിന്റെ കണ്ണ് തളിപ്പേ. 5 കോടി, 5 കോടിയുടെ ചെക്കാ, ഇപ്പൊ മൊത്തത്തിൽ 7 കോടി. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ദൈവമേ, ഇത്രയ്ക്ക് കാശുകാരായിരുന്നു ഇവര്. ഇങ്ങനെയാണെങ്കിൽ ആ രാഹുലിന്റെ മോളെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം. അവിടെ തന്റെ ജീവിതത്തിൽ നിന്ന് ആ യക്ഷിയെ പറിച്ചു നടണം. ഇനി ഇപ്പൊ താൻ പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ 7 കോടി, കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒരു 10-25 കോടി തരുമായിരിക്കും. പിന്നെ താൻ ആരാ,
ലക്ഷപ്രൂവല്ല കോടീശനായിട്ട് മാറുവാന്ന് പറയണം. അപ്പോഴേക്കും വന്ദന വന്നു. നമുക്ക് പോയാലോ ജീവേട്ടൻ നിൽക്കും. ശരി പോയേക്കാന്ന് പറയണ. അല്ല മോളെ, നിന്റെ അച്ഛനും അമ്മയ്ക്ക് ഇതെന്താ, എന്തിന് ഇത്രമാത്രം ചെക്കൊക്കെ തരുന്നേന്ന് ചോദിക്കാം. അതവരുടെ സന്തോഷത്തിനല്ലേ എന്നിങ്ങനെ കൈ കൊണ്ട് കാണിക്കണം. അതെ, ഈ ഒരു അവസരത്തിലായതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. വിഷു നല്ലൊരു ദിവസമായിട്ട്, അല്ലെങ്കിൽ ഞാനത് അവർക്ക് തിരിച്ചു കൊടുത്തേനം, അല്ലെങ്കിൽ കീറിക്കളഞ്ഞേരം. എനിക്ക് ഇതിനോടൊന്നും ഒട്ടും താല്പര്യമല്ലേ മോളൂ എന്ന് പറയണം. ഇത് കേട്ടതും വരുൺ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, സന്തോഷത്തിന് വേണ്ടല്ലേ, അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒറ്റ മോളല്ലേ, അപ്പൊ അതുകൊണ്ട് വേറെ ആർക്കും കൊടുക്കാനില്ലാത്തോണ്ടാ ജീവേണ്ണ തരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന ക്ഷേത്രത്തിലേക്ക് വന്നു. ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്ന സമയത്താണ് ആ ഒരു കാഴ്ച മനോഹർ കാണുന്നത്. മനോഹർ കാണാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാഴ്ച. സരയും ശാരിയും കൂടെ പ്രാർത്ഥിച്ച് ക്ഷേത്രത്തിൽ നിന്നും കൂടെ നടന്നു വരുന്നത്. ദൈവമേ പെട്ടല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആയേ മതിയാവുള്ളൂ. പെട്ടെന്ന് തന്നെ വന്ദന അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്ദനയുടെ അടുത്തുനിന്ന് മനോഹർ പതുക്കെ മാറുവാണ്. പതുക്കെ മാറിയിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുക. ദൈവം ഇവരെ എങ്ങനെയൊന്ന് പോയാൽ മതിയായിരുന്നു. അപ്പോഴേക്കും അവിടെ ഒരു ചേട്ടൻ വന്നിട്ട് ചെയ്തെന്ത് പറ്റി, ഒളിഞ്ഞു നിൽക്കണേന്ന് ചോദിക്കണേ. ഒന്നുമില്ല, ഒളിഞ്ഞെന്ന് പ്രാർത്ഥിക്കാന്ന് എഴുതി. ഒളിഞ്ഞെന്ന് പ്രാർത്ഥിക്കണം, ഇതൊക്കെ ആരാ പറഞ്ഞേ? എന്നോടൊരു ജോത്സ്യം പറഞ്ഞത് മനോഹർ പറയാ. അയാൾ എന്തോ മണ്ടനാന്ന് തോന്നേ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ. ശരിക്കും നേർക്ക് പോയെന്നിട്ടാ തൊഴുത് പ്രാർത്ഥിക്കണ്ടെന്നൊക്കെ പറയണം. എന്നിടപ്പം മനോഹർ ആയിക്കോട്ടെ എന്ന് പറയണം. അങ്ങനെ അയാളും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും തീമി ഇനിയിപ്പോ എന്ത് കുരിശാണോ തനിക്ക് വരാൻ പോണേ എന്ന് കരുതിയിട്ട് മനോഹർ എന്ത് ചെയ്യണം, പതുക്കെ അയാളുടെ മാറുവാണ്. ഈ സമയം വന്ദന കണ്ണു തുറന്നു നോക്കി കഴിഞ്ഞപ്പോ അടുത്ത് മനോഹറിനെ കണ്ടില്ല. കൊള്ള, അവൻ മുങ്ങിയും തോന്നേ. അവൻ എവിടെ പൊങ്ങൂന്ന് അറിയത്തില്ല, ചിലപ്പോ ഇത്രയും പൊങ്ങുമായിരിക്കും എന്ന് കരുതിയിട്ട് അവൻ ഇങ്ങോട്ടേക്ക് നടന്നു വരുവാണ് വരണം. ഈ സമയം മനോഹർ എന്ത് ചെയ്യണം, സരി ശരി എലിയെ പോയെന്നറിയത്തില്ലാതെ ഇങ്ങനെ തിരിഞ്ഞു വരണ സമയത്താണ് പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് വന്ന് വിടുന്നേ. സരിവൃത്തെ മനുവേട്ടനോ? മനുവേട്ടനെ കുറിച്ച് ഇപ്പൊ പ്രാർത്ഥിച്ചാണ് നാ വായിലേക്ക് ഇട്ടതുള്ളൂ. ദൈവമേ, എന്നെ മനുവേട്ടനെ കാക്കണേന്നൊക്കെ പറഞ്ഞു, എത്രയും പെട്ടെന്ന് നമുക്ക് അമേരിക്കയിൽ പോകാൻ പറ്റണേന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കേട്ടത് മനോഹർ, അല്ല മോളും എന്താ ഇവിടെ? അല്ല മനുവേട്ടൻ എന്താ? മനുവേട്ടൻ ഇങ്ങോട്ട് വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. അതിന് പ്രത്യേകിച്ച് പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. പോരുന്ന വഴിക്ക് എനിക്ക് തോന്നി ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ കിട്ടിയത്. വിഷുവൊക്കെയല്ലേ, എൻ്റെ മോൾക്കും പിന്നെ നിനക്കും ആയുരാരോഗ്യവും സൗകര്യവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നാ. പിന്നെ ഒരു അർച്ചന ഞാൻ കഴിപ്പിക്കാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയണം. മോള് അർച്ചന കഴിപ്പിച്ചോന്ന് ചോദിക്കും. ഇല്ല, എന്നാ പിന്നെ അർച്ചന കഴിപ്പിക്കാൻ വരായിരുന്നോ? ഞാൻ കഴിപ്പിച്ചോളാം മനുവേട്ട എന്നൊക്കെ പറയാം. ഷാജി കൊടുത്തിവൻ എന്തോ ഒരു പതർച്ചയുണ്ടല്ലോ, ഇവിടെ എവിടെ എന്തോ ഉണ്ട്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ ക്ഷേത്രത്തിലേക്കൊന്നും വരണ്ടല്ല, എന്തോ കാര്യസാധ്യം ഉണ്ട് ഇവന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്റെ മോളുടെ ജീവിതം വീണ്ടും അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇവൻ തന്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു. ആ കാര്യമൊക്കെ ഓർത്തിന് ശാരി ആകപ്പാടെ വിഷമിച്ചിരിക്കണം. ഈ സമയം മനോഹറിന്റെ ഉള്ളിൽ ടെൻഷനായിരുന്നു. ദൈവമേ, വന്ദന എങ്ങാനും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കും, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പിന്നീട് മനോഹർ, അതെ ഞാൻ പോയി പ്രസാദം വാങ്ങിച്ചോണ്ട് വരാം, മോൾക്കൊണ്ട് അച്ഛനെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞ് ഞങ്ങൾ ചെന്നിട്ട് പ്രസാദമൊക്കെ വാങ്ങിക്കുവാണ് തിരുമേനയോട്. അങ്ങനെ വാങ്ങിച്ചിട്ട് വരണ സമയത്ത് ആകെപ്പാട് ടെൻഷനുണ്ട് മനോഹറിന്റെ മനസ്സിൽ. പിന്നീട് സരുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോള് അന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് പോയാലോന്ന് ചോദിക്കാം. അതെന്താ പോകാന്ന് പറഞ്ഞ് താഴേക്ക് ഇറങ്ങി വരിക. ഈ സമയം എങ്ങനെ വന്ദന തന്റെ കൺമുന്നിൽ പെന്ന് പെടല്ലേ, അതോടുകൂടി എല്ലാം തീർന്നുള്ള കാര്യം മനോഹറിന് മനസ്സിലായി. അങ്ങനെ താഴേക്ക് ഇറങ്ങി വന്ന സമയത്ത് സരി പറഞ്ഞു, എന്നാലും മനുവേട്ടന് എന്നോട് ഇത്ര സ്നേഹം ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് കേട്ട മനോഹരോട്, ഒന്ന് രണ്ട് ഡീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മോളൂ, അതുകൊണ്ട് എങ്ങോട്ടേക്ക് വന്നേ, കുറച്ച് പൈസ തടയുന്ന കാര്യമെന്ന് പറയണം. ആണോ? എന്നാ മനോഹരൻ ഇനി പോക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. പിന്നീട് ശാരിയെ കണ്ണുകൊണ്ട് കാണിക്കുകയാണ് മനോഹർ, ഇവളെയും കൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാനായിട്ട്. പിന്നീട് ശാരി പറഞ്ഞു, നമുക്ക് പോയാലോ മോളെ, എനിക്ക് ഒന്ന് രണ്ട് അമ്പലങ്ങളിൽ കൂടെ കയറാനുണ്ട്, ഇവനിവിടെയൊക്കെ പ്രാർത്ഥിച്ച് പതൊക്കെ വന്നാൽ മതിയല്ലോ എന്ന് പറയണം. എന്നാ ശരി മനുവേട്ട, പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അങ്ങോട്ട് പോവാണ്. അപ്പോഴാണ് മനോഹറിനോട് സമാധാനമായത്. ആ സമയത്ത് വന്ദന അങ്ങോട്ടേക്ക് വന്നു. വന്ദന വന്നു കഴിഞ്ഞപ്പോൾ മനോഹർ എന്ത് ചെയ്യാനാ, പോകുന്ന വഴിക്കൊക്കെ ആരാധകരാ. ഒരുത്തിയുണ്ട് എൻ്റെ പുറകെ നടക്കുന്നേ, അവൾ കാരണം എനിക്ക് പെടാപ്പാടാ. സരയു എന്ന് പറയുന്നവള്, അവൾക്ക് എന്നെ കല്യാണം കഴിക്കുന്നത് ഭയങ്കര ആകുലമായിരുന്നു. ഇപ്പോഴും അവളുടെ പൂതി മാറിയിട്ടില്ല, എൻ്റെ പിന്നാലെ തന്നെ നടക്കുവാന്ന് പറയണം. ഇത് കേട്ടപ്പം വന്ദന പറഞ്ഞു, ശരി നമുക്ക് പോകാന്ന് പറഞ്ഞ് താഴേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഒരു കാറ് കൊണ്ടുവന്ന് അവിടെ നിർത്തുന്നത്. കാറിൽ നിന്ന് കല്യാണിയും നിഷയും ചുബാനിയൊക്കെ ഇറങ്ങണം. ആ കാഴ്ച കൊണ്ട് മനോഹർ പെട്ടെന്ന് വന്ദനയുടെ പുറയിലേക്ക് മാറുവാണ്. അല്ല എന്താ ചെയ്യട്ടെ, എന്താ കാര്യം എന്താന്ന് നിൽക്കും. ദേ വരുന്നതല്ല എൻ്റെ അമ്മാവന്മാരുടെ മക്കളാ, അവൾമാർക്കൊക്കെ എന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം, അതുകൊണ്ട് എന്നെ എങ്ങനെയും രക്ഷിക്കാൻ പറയണം. രക്ഷിക്കാനാ, ഞാനിവിടെ എവിടെയെങ്കിലും മാറി നിൽക്കാം, അല്ലെ പണിയാവുമെന്ന് പറയണം. ഇത് കേട്ടതും അവന് സന്തോഷം, വരുണിന് സന്തോഷം. മനോഹർ അങ്ങോട്ടേക്ക് ഓടുവാണ്. ഈ സമയം അവരും മൂന്നുപേരും കൂടെ വരുണിന്റെ അടുത്തേക്ക് വരുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.